ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഇന്ത്യൻ സ്പൈസസ് ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റൈസാണ്. വളരെ അരോമാറ്റിക് ആയിട്ട് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി. നമ്മുടെ മന്തിയോ ബിരിയാണിയോ ഒന്നുമല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. നമ്മുടെ സ്പെഷ്യൽ റൈസ് റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. ഇതിൻ്റെ പേര് യഖ്നി പുലാവ് എന്നാണ്. യഖ്നി ചിക്കൻ പുലാവ്. നമ്മൾ നോർമലി ബിരിയാണി മന്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ലിമിറ്റഡ് സ്പൈസസ് അല്ലേ ചേർക്കാറുള്ളൂ. ഇവിടെ നമ്മൾ കുറച്ചധികം സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റും ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓരോ ടേബിൾ സ്പൂൺ വീതം വലിയ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലി നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, ഒരു 2-3 കറുവപ്പട്ട അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവോള ക്യൂബ്സ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫ് ഇതുപോലെ അങ്ങ് കീറി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ വേവുന്നതിനുള്ള വെള്ളം എന്തായാലും വേണം. 2 കപ്പ് റൈസാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഇപ്പോൾ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് 1 കപ്പ് വെള്ളം എന്തായാലും വറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് 3 കപ്പ് കറക്റ്റ് വെള്ളം നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അടപ്പ് തുറന്നതിന് ശേഷം ചിക്കൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്കിവിടെ കറക്റ്റ് 15 മിനിറ്റ് ആയപ്പോഴത്തേനും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കനും ഈ സ്പൈസസ് എല്ലാം കൂടെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒരു ഭയങ്കര അരോമ. അത് നമ്മുടെ വീട് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നല്ലൊരു അടിപൊളി മണം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിലാവും, ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഓരോ ചിക്കൻ പീസും ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ച് ഇതിനെ നന്നായിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് മാത്രം ഇങ്ങ് വേർതിരിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു സ്പൈസസ് ഇനി നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സ്റ്റോക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ കിട്ടുന്ന ഈ സ്റ്റോക്കിനാണ് നമ്മൾ യഖ്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യഖ്നിയുടെ സ്റ്റോക്ക്, അതായത് യഖ്നിയിൽ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ യഖ്നി പുലാവ് എന്ന് പേര് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ യഖ്നി സ്റ്റോക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കി 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക അതിന് പകരമായിട്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഗ്രാമ്പൂ, 3-4 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു കറുവപ്പട്ട. ഇത്രയും സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. അപ്പോൾ 2 കപ്പ് റൈസിന് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ തൈര് ഈ എല്ലാ ചിക്കൻ പീസിലോട്ടും ആവുന്ന വരെ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സമയത്ത് ഞാനൊരു വലിയ പച്ചമുളക് നെടുകെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2-3 മുളക് വരെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് യഖ്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൽ അരി ഇടുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു മെഷർമെൻറ്റിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള യഖ്നി നിങ്ങൾ റൈസ് എടുത്ത് അതേ ഗ്ലാസ്സിൽ അളന്നൊഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് തന്നെ 3 കപ്പ് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി.
ഇനി ഞാൻ നേരത്തെ അരമണിക്കൂർ മുന്നേ ബസ്മതി റൈസ് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിത് നന്നായി തിളച്ച് ഈ വെള്ളം വറ്റി വരുന്ന സമയത്ത് മാത്രം ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ വെക്കുക. എനിക്കിവിടെ ഒരു 8 മിനിറ്റ് ആയപ്പോഴത്തേനും കറക്റ്റ് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൈസിനനുസരിച്ച് അതിൻ്റെ വേവിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. വെന്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി ഇതുപോലെ തന്നെ 5 മിനിറ്റ് അങ്ങ് അടച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ പോവാണ്. നമ്മൾ സൂപ്പർ അരോമാറ്റിക് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള യഖ്നി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ബിരിയാണി മന്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ച് മാത്രമല്ല ബീഫ് മട്ടനൊക്കെ വെച്ച് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, അതിലൊരു സംശയമില്ല. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിൻസിയർ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പലരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.